ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 93-ാമത്തെ സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത്. കർത്താവ് വാഴുന്നു എന്നുള്ളതാണ് സങ്കീർത്തൻ പ്രധാന ആശയം. 5 പാദങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനം ദൈവത്തെ രാജാവായിട്ട് പ്രകീർത്തിക്കുന്നു. ഒരുപക്ഷെ 29-ാമത്തെ സങ്കീർത്തനത്തോട് ഏറ്റവും അടുത്തു ചേർന്നിരിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് ഇതിനെ കാണാവുന്നതാണ്. സ്രഷ്ടാവായിട്ടുള്ള ദൈവത്തെ രാജാവായി പ്രഘോഷിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണിത്. ഇസ്രായേലിൽ ഓരോ പുതുവത്സരത്തിലും വർഷ ആരംഭ ദിനം യഹോവയെ രാജാതിരാജനായിട്ട് വാഴിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. സൃഷ്ടിയും പരിപാലകനും അനുഗ്രഹവും എല്ലാം ദൈവത്തിൽ നിന്നാണ് അവര് വരുന്നത് എന്ന് നിരന്തരം അനുസ്മരിച്ചിരുന്നു. ദൈവാരാധനയുള്ള പ്രദക്ഷിണവും പ്രാർത്ഥനകളും ധൂപാർപ്പണവും തീയുമെല്ലാം ദൈവത്തെ സ്രഷ്ടാവും പരിപാലകനുമായിട്ട് ഏറ്റുപറയുന്നതാണ്. ദൈവത്തെ പുകഴ്ത്തുന്നതിലൂടെ അവിടുത്തെ പരമ അധികാരത്തെയാണ് നമ്മൾ ഏറ്റുപറയുന്നത്. വിജാതീയ ദേവന്മാരുടേതുപോലെ ഇടയ്ക്ക് നഷ്ടപ്പെടുന്നതല്ല യഹോവയായിട്ടുള്ള ദൈവത്തിന്റെ അധികാരവും ശക്തിയും. സമുദ്രത്തിലെ തിരമാലകളും ജലപ്രവാഹവുമെല്ലാം പ്രപഞ്ചത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ വിജയഗീതമാണെന്ന് സങ്കീർത്തകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നിയമങ്ങളും വാഗ്ദാനങ്ങളും ഒരിക്കലും തെറ്റുന്നതല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാണ് ഏക കർത്താവ്. വിജാതീയ ദൈവങ്ങളോ വിജാതീയ ചിന്തകളോ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടവരുത്താതെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോ ഏക കർത്താവാണ്, ഏകദൈവമെന്ന് ഏറ്റുപറയുവാനായിട്ടുള്ള ആ വിശ്വാസവും ശക്തിയും ഞങ്ങൾക്ക് തരണമേ. ഇന്ന് അത് നമ്മൾക്ക് പ്രഘോഷിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. ദൈവസമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.